അങ്ങനെ പാടിദ്ധാനമായി കൊടുത്ത സൂരി എത്തുകൾക്ക് നാമമാ ചാറ്റിടും സുൽഫാവ ബൽഹ എന്ന് രണ്ട് പേർക്കുമാ. അങ്ങനെ വാപ്പ ലിബാൻ യാക്കൂബിൻ്റെ അമ്മാവൻ രണ്ട് പൊണ്ടാട്ടിമാർക്ക്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ട് പൊണ്ടാട്ടിമാർക്ക് വെച്ചു കൊടുത്ത അടിമകളുടെ പേരാണ് ഒന്ന് സുൽഫ, മറ്റൊന്ന് ബൽഹ. അങ്ങനെ രണ്ടുപേരുടെയും സംരക്ഷണം മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 4 ഭാര്യമാരാണ്. അവരുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അമ്മാവൻ പറഞ്ഞതുപോലെ ആടുകളെയും മേച്ചുകൊണ്ട് 7 കൊല്ലം 14 കൊല്ലം എൻ്റെ കൂടെ നിൽക്കണമെന്ന് കവി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കവി വിട്ടുപോയതാണ്. അങ്ങനെ 14 കൊല്ലം ആടുകളെ സംരക്ഷിച്ചാൽ, ആടുകളെ മേച്ച് എൻ്റെ കൂടെ കൂടിയാൽ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം ഈ 2 കുട്ടികളെ എന്നായിരുന്നു അമ്മാവൻ്റെ ആ വസിയത്തുണ്ടായിരുന്നു. അത് പ്രകാരം മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം 14 കൊല്ലം ആടുകളെ മേച്ചുകൊണ്ട് ഇവരുടെയൊക്കെ സംരക്ഷണവുമായി അവിടെ കഴിഞ്ഞുകൂടുകയാണ്, എവിടെ? നജ്റാനിൽ. ആ സമയത്താണ് മാനിദർ 7 കൊല്ലവും ലീബാനിലെ ഹാദിമായി വന്ന് മുന്നുള്ള നിശ്ചയം ചിന്തിടുന്ന കാലമായി. അങ്ങനെ 13 കൊല്ലം കഴിഞ്ഞു. 14 കൊല്ലത്തിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോൾ എന്തോ ഒരാഗ്രഹം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുകയാണ്. എന്തായിരുന്നു യാക്കൂബ് നബിയുടെ ഹൃദയാന്തരങ്ങളിൽ ഉദിച്ച മോഹം? അത് കവി അന്തറോബ്ദീവ് മുത്തുക്കോയത്തങ്ങൾ ഇന്ന് ആലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം.